അപ്പൊ ഇന്നെന്റെ മിഡ് ടേം എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇന്ന് മഴയൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ വെച്ചിട്ടുണ്ട്. ഏട്ടാച്ചൻ കിടന്നുറങ്ങുക. എനിക്ക് മാത്രമേ ഉള്ളൂ സ്കൂൾ. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ് അപ്പോഴേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം സ്കൂളിൽ പോകാൻ. അച്ചമ്മച്ചി ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി പോയി. റെഡി ആക്കണം ഞാനല്ലേ? ആ നിനക്കൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് പോയാ റെഡിയാക്കണം. എന്നാ വെച്ചാ രാവിലെ കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചല്ലോ സ്കൂളിൽ കൊണ്ടുപോയി. നിന്ന മത്തങ്ങ അരിശ്ശേരി വെച്ചാൽ മത്തങ്ങ അരിശ്ശേരി വെക്കാം നമുക്ക്. എനിക്ക് വേണം മത്തങ്ങ അരിശ്ശേരി. വേണ്ട എന്തെന്നു നല്ല ടേസ്റ്റാടാ. വേണ്ട. മത്തങ്ങ അരിശ്ശേരി ഒന്ന് ചുവ വെച്ച് കൂട്ടി നോക്കണം, അന്നേരം അറിയില്ല. എനിക്ക് ഇഷ്ടമല്ല മത്തങ്ങ. നിങ്ങൾ ഉണ്ടാക്കി മത്തങ്ങ കഴിച്ചു. ഈ എരിശ്ശേരിക്കുള്ള മത്തങ്ങ ഒന്നേ ചെത്തി അരിഞ്ഞെടുക്കട്ടെ. എൻ്റെ അരി മൂത്തില്ല, ഇത് കണ്ട അകത്തൊന്നുമില്ല. ഇത് നന്നായിട്ട് പഴുത്തല്ല, പഴുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നല്ലപോലെ പഴുത്ത് വരുമ്പോഴത്തേനെ അരി മൂത്ത് വരുള്ളൂ. ഞാനിത് അരി എടുക്കാന്ന് ഓർത്തായിരുന്നു. അരി എടുക്കാനൊന്നും കൊള്ളത്തില്ല. അരി എടുത്തത് നമ്മുടെ എവിടെയും കൊണ്ട് ഇരിപ്പുണ്ട്. എവിടെയോ ഇരിപ്പുണ്ട്. നാളത്തെ ഇത് എവിടെയാണ് ഇടാനാ? ഒരെണ്ണം പന്നിയിൽ തരികയല്ല, പിന്നെ എന്തിനാ ചെറുതായിട്ട് നമ്മൾ കളയുന്നേ? മത്തങ്ങാക്കുരു തിന്നാൻ നല്ല രസമാണ്. മത്തങ്ങാക്കുരു എന്നായിക്കണമെന്ന് അറിയാം. മത്തങ്ങാക്കുരു എടുത്ത് കഴുകി വെക്കണം. കഴുകി ഉണങ്ങി വെച്ചിട്ട് പിന്നെ മത്തങ്ങാക്കുരുവും കുത്തരിയും കൂടെ ഒന്നിച്ച് വറക്കണം. വറുത്തിട്ട് തേങ്ങായും ചിരണ്ടിയിട്ട് തിന്നാൻ നല്ല സൂപ്പറാണ്. ഞങ്ങൾ നേരത്തെ ഒറ്റ മത്തങ്ങായിട്ട് കുരു അമിച്ച് കളയലായിരുന്നു. എല്ലാം എടുത്ത് ഉണങ്ങി വെച്ച് വറുത്ത് തരുമായിരുന്നു. മഴക്കാലത്ത് തിന്നാൻ നല്ലതല്ലേ? മഴക്കാലത്തല്ല, എന്നും നല്ലതാ. മഴക്കാലത്താവുന്നൂടെ ടേസ്റ്റ് ഇതൊക്കെ ഉണങ്ങി വെച്ചാ. മത്തങ്ങയുടെ കുരുവൊക്കെ ഇപ്പം മാർക്കറ്റിൽ വാങ്ങിക്കാൻ എന്നാ വിലക്കാ വിൽക്കുന്നതെന്ന് അറിയാമോ? പംകിൻ സീഡെന്നും പറഞ്ഞിട്ടൊക്കെ. പിന്നെ നടാനോ? നടാനല്ല, ഇത് ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് എന്തേരം മത്തങ്ങയായിരുന്നു. അത്രയും മത്തങ്ങ ഇന്ന് ഇനി കിട്ടുകയല്ല. കാരണം നമ്മുടെ ആ മത്തങ്ങ എന്നാ നല്ലതായിരുന്നു. നല്ല പൊടിയുണ്ടായിരുന്നു. പുഴുങ്ങി തിന്നാനും തേങ്ങാപ്പാൽ ഒഴിച്ചും കറി വെക്കാനും. പുഴുങ്ങിയിട്ട് മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ട് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട്. അമ്മ ഇത് ഏത് ചട്ടിയിൽ മത്തങ്ങാക്കറി വെക്കും നമ്മളിന്ന്? കുഴിയൻ ചട്ടിക്കകത്താ ചാറുകറി വെക്കേണ്ടത്. ഇതൊക്കെ ചാറാണോ? ചാറല്ല, എരിശ്ശേരിയാ. എന്നാലും കുഴിയുള്ള ചട്ടി വെക്കണം. ഇതൊക്കെ മീൻ കറി വെക്കുന്ന ചട്ടിയും ഇതൊക്കെ തോരൻ വെക്കുന്ന ചട്ടി. മൺചട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏറ്റവും ചെറുത് ഇത് തൊട്ട് ഇതിന്റെ ഏറ്റവും വലുത് വരെയുണ്ട്. ഇതൊന്നും വെളിയിൽ എടുക്കാതിരിക്കുന്നത് അടുപ്പില്ലാത്തത് കൊണ്ടാ. ഗ്യാസ വെച്ചാലേ ഇത് വിണ്ടുപോകും പെട്ടെന്ന്, അതുകൊണ്ടാ. ഗ്യാസ വെക്കുന്ന ഗ്യാസ മാത്രം വെക്കാനേ കൊള്ളുള്ളൂ. ഗ്യാസയിലും വെച്ചു അടുപ്പയിലും വെച്ച് മാറി മാറി വെച്ച് കഴിയുമ്പോൾ മൂട് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ ഗ്യാസേ വെക്കുന്ന സ്ഥിരം. അല്ലാതെ ഇരിക്കുന്ന ചട്ടിയെല്ലാം അടുപ്പേ വെച്ചോണ്ടിരുന്നതാ. അപ്പൊ അടുപ്പില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് വെക്കാനേ ഉള്ളത്. മൺചട്ടി ശേഖരമാണ് ഇതിനകത്ത് മൊത്തം. ഈ മത്തങ്ങ അരിശ്ശേരിക്കാണോ അത് മത്തങ്ങ അരിശ്ശേരിക്കല്ല, അതിന് വേറെ ചിരണ്ടണം. ഇത് ഞാൻ ചക്ക വേവിക്കാനായിട്ടാ. വീണ്ടും ചക്ക അല്ല, ചക്ക ഇതിനാരെയും കാണിച്ച് കൊതിപ്പിക്കണ്ട. അത് രാവിലെ വേവിക്കാൻ എടുത്ത് വെച്ചേക്കുന്നത്. ചക്ക ഇഷ്ടം പോലെ കിടക്കുമല്ലേ പറമ്പില്, പിന്നെ എന്തിനാ? എരിശ്ശേരിക്ക് വേറെ തേങ്ങ അതിന് ചിരണ്ട. ഇത് ചക്കയ്ക്ക് മാറ്റി വെച്ചേക്കുന്നതാ. എരിശ്ശേരിക്ക് അരയ്ക്കാനായിട്ടേ തേങ്ങായ, ഉള്ളി, ജീരകം, മഞ്ഞള്, പിന്നെ പച്ചമുളക് കീറിയായിടുന്നത്. കാന്താരിയാണേ അരയ്ക്കാം. ഇന്നിപ്പോൾ പച്ചമുളക് കീറിയിട്ട് വെക്കാം. അരച്ചാലേ മാത്രം പോരെ കറിക്ക്. തേങ്ങ അരച്ച് ചേർക്കുന്നത് കൂടാതെ നല്ല തേങ്ങ വറുത്തും കൂടെ ചേർക്കണം. പച്ചമുളക് മുറിച്ചിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് കടുക് മൂപ്പിച്ചിട്ട് അതിനകത്ത് തേങ്ങ ഇട്ട് വറുത്തിട്ട് അതും കൂടെ ഒഴിച്ചാലേ എരിശ്ശേരിയാവും. മത്തങ്ങായി അടുപ്പിലോട്ട് വെച്ചു. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മത്തങ്ങ ആവി കയറുമ്പോഴത്തേനും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ലേശം വെള്ളം മതി. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നുവെച്ച് ഇത് ഈ പുക വലിക്കുന്നവർക്കാണ് ഏറ്റവും നല്ലത്. ചുമ്മാ തിന്നാലും പച്ചയ്ക്ക് തിന്നാലും നല്ലതാ, പുഴുങ്ങി തിന്നാലും നല്ലതാ, കറി വെച്ച് കൂട്ടിയാലും നല്ലതാ. അതെ, പുക വലിക്കുന്ന ഒരു മത്തങ്ങയാണ്. മത്തങ്ങ ഒരു കഷ്ണം എടുത്തിട്ടേ ഈ പുക വലിച്ചു വെച്ച് അതിലോട്ടൊന്ന് ഊതി വിട്ടേ, നല്ല കറുത്തിരിക്കും മത്തങ്ങയുടെ. നേരത്തെ പറയും മത്തങ്ങ എമ്പടി തിന്നണോന്ന്, പുക വലിക്കുന്നു. ഇത് മൂടി വെക്കാം. ഇത് നല്ല ഗുണമുള്ള സാധനമാണ്. നല്ല തേങ്ങയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചല്ലേ? ചിരണ്ടിയാലും ഉണ്ട്, നല്ലപോലെ നല്ല വിളഞ്ഞ തേങ്ങ.
അതെ പോയി നോക്കി എടുത്തത് ഞാൻ അവിടെ ഓ. ചെന്നാൽ അന്നേരം പറയും ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ തെരഞ്ഞെടുത്ത് നല്ലത് നോക്കി വന്ന്. പിന്നെ തേങ്ങ കാശ് കൊടുത്തല്ലേ മേടിക്കുന്നേ. അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ചക്കയ്ക്ക് അരച്ച ചരക്ക കറിക്ക് അത് കൊള്ളാം. അതിനാണോ ചക്കയുടെ പലട്ട് വെക്കണ്ടേ? നേരെ ഉത്തരവായില്ലേ? നീ തന്നെ ഈ ചിരട്ട മൊത്തം തേങ്ങയുടെ വിലക്ക് ചിരട്ട പോലും കളയാൻ തോന്നത്തില്ല. ചിരട്ടയ്ക്കും വില 30 രൂപ 35 രൂപ. എന്നാ കൊടുക്കാം, നമുക്ക് 5-6 കിലോ ഇരിപ്പുണ്ട്. അതെ, 1 കിലോ തേങ്ങ മേടിക്കാനുള്ള പൈസയിലും കിട്ടും. എന്റെ കൊച്ചേ, അല്ല ഈ തേങ്ങ വിലക്കേ ഇത്രയും തേങ്ങ അരക്കാനുള്ള മുതലൊന്നും ഇല്ല. ഓർത്തത് ഇത്രയും തേങ്ങയൊക്കെ അരയ്ക്കാവോ? ഒരു ദിവസം എത്ര രൂപയുടെ തേങ്ങയായി നമ്മൾ? നമുക്ക് 2-3 തേങ്ങ ഒരു ദിവസത്തെ ചെലവ്. ചക്കയും കൂടെ വേവിക്കുന്നുണ്ട്. ചക്ക വേവിച്ചില്ലേ അത്രയാകുകയല്ല, കപ്പയാണ്. ഇല്ലില്ല, അത് വെന്തില്ല, ഇച്ചിരി കൂടെ വേഗണം. വെച്ചതല്ലേ ഉള്ളൂ. നല്ലപോലെ ആവി തേറി തിളച്ച് വരുന്നുള്ളൂ. തേങ്ങായേ ഇരിക്കുന്ന കണ്ടാ പിന്നെ ഞാൻ ചക്കയ്ക്ക് ഇച്ചിരി കൂടുതൽ അരച്ചു പോകും. അരച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വേണ്ടായിരുന്നു തോന്നുന്നു. തേങ്ങ ഇച്ചിരി കൂടി പോയത്. എന്നാ നമുക്ക് ഓരോ കിലോ വാങ്ങിക്കാം. ചക്കയ്ക്ക് നല്ലപോലെ തേങ്ങ ഏറുന്നെങ്കിലേ സുഖമുള്ളൂ. പിന്നെ ചക്ക വേവിച്ച് ഇളക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കഴിച്ചാൽ അതിലും ടേസ്റ്റാ. വില കുറഞ്ഞ ഒരു കേസും ഇല്ല. അതെ, എനിക്കിഷ്ടം. ഞാൻ വെളിച്ചെണ്ണ മേടിക്കും ചക്ക ഇളക്കുമ്പോ. നിങ്ങൾ അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ, തിന്നുമ്പോ ടേസ്റ്റാന്ന് പറയും. ചമ്മച്ചി മത്തങ്ങാരിശ്ശേരിക്ക് എന്തൊക്കെയാ എടുക്കണ്ടെന്ന് പറയൂ വരയ്ക്കാൻ. തേങ്ങായ, ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. തേങ്ങ, ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. ഉള്ളിയും കൂടെ പൊടിച്ചെടുത്താൽ മതി. ഇത്ര ഉള്ളി വേണോ? മുളക് കാന്താരി ഉണ്ടെങ്കിൽ അരക്കായിരുന്നു. അപ്പൊ ഇതില്ലല്ലോ, അതുകൊണ്ട് പച്ചമുളക് കീറിയിട്ടല്ലോ. പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടാവും. മതി. ഉള്ളി ഉള്ളി അത് എടുത്തോ, വറക്കാൻ ഇച്ചിരി ഉള്ളിയും കൂടെ കഴിക്കാൻ തരാമോ എനിക്ക്? പോരായോ? കരിയേപ്പില എന്തില്ല, വേവുണ്ട് ഇച്ചിരൂടെ, അതുപോലെ വേകട്ടെ. പച്ചമ്മച്ചി പറഞ്ഞ അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചു. നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇത്ര മഞ്ഞൾ വേണമായിരുന്നു. ചമ്മച്ചി കഴിക്കാനുള്ള എനിക്ക് പോകാൻ സമയമായി. കഴിക്കാം, ഇപ്പൊ തരാം. ദോശ ഇടുക. കുഞ്ഞിക്ക് ഈടെ ആയിട്ട് തീറ്റ പറ്റുന്നില്ല. കുഞ്ഞ് തിന്നുകയല്ല. രാവിലെ ഒരു ദോശ അല്ലെ ഒരപ്പം. കുഞ്ഞിക്കുള്ള ചോറെടുക്കാവേ. കുറച്ച് ചോറാണ് വെക്കുന്നത്. കുഞ്ഞി ഇത് കഴിച്ചോണം കേട്ടോ. ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറണ്ടും പോയി. ഞാൻ കുഞ്ഞിക്കുള്ള സ്പെഷ്യൽ വെച്ചിട്ടുണ്ട്, നാരങ്ങ വെള്ള അച്ചാർ. കിഴങ്ങ് മെഴുക്കുവരട്ടിയും നാരങ്ങ അച്ചാറും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും കൂടെ തീർത്താ മതി. അന്ന് നീ ഒരു കാര്യമുണ്ട്, നീ അവന്മാരുടെ തിന്നിയല്ലേ? അങ്ങനെ കൂട്ടുകൂടി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം, എല്ലാവരുടെയും കഴിക്കുകയും ചെയ്യണം. കുഞ്ഞ് എല്ലാ ദിവസവും കൊണ്ടുവന്നതിനെ അറിയോ? കിഴങ്ങ് മെഴുക്കുവരട്ടി, സോയാബോള്, അച്ചാറ്, ചമ്മന്തി. ചമ്മന്തിപ്പൊടി ഉണ്ടേ കൊണ്ടുപോകായിരുന്നു, അത് തീരുകയും ചെയ്തു. ഓക്കെ, കളക്ടർ അറിഞ്ഞില്ല കുഞ്ഞി. അത് പരീക്ഷ ആയോണ്ടാ ഇന്ന് ഇവർക്കുള്ളത്. നല്ല മഴ. പോയിട്ട് വരാം. കുഞ്ഞി കൊടയെടുത്തോ? നല്ല സൂപ്പർ മഴയെന്ന്. ഈ മഴയത്ത് ഇന്ന് പഠിത്തം വെക്കണ്ടായിരുന്നല്ലേ? ഇത് പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ടാ, സ്കൂൾ പിള്ളേർക്ക് മാത്രം. മത്തങ്ങ മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്തേ. ഞാൻ ഉടച്ചെടുക്കാം. മത്തങ്ങയെ നല്ലപോലെ വിളയാത്ത എരിശ്ശേരിക്ക് നല്ലപോലെ വിളയണമെന്നില്ല. നല്ലപോലെ വിളയാത്തോണ്ടാ ഒരു പൊടിയില്ലാതിരിക്കുന്നല്ലേ? പൊടിയില്ല. ഈ പയറിട്ട് വെക്കും. വൻപയറിട്ട് വെക്കും. വൻപയറിട്ട് വെക്കാം. വൻപയർ ഇട്ട് ചാറ് വെച്ചാലും നല്ലതാണ്. എനിക്ക് മത്തങ്ങ തന്നെ വെക്കുന്ന ഇഷ്ടം. എന്നാ എന്റെ കണക്കാ, എനിക്കും അത് തന്നെ ഇഷ്ടം. മത്തങ്ങ തന്നെ എരിശ്ശേരി വെക്കണം. മത്തങ്ങ ചമ്മന്തി നല്ലതാ. മത്തങ്ങ പുഴുങ്ങി തിന്നാനും നല്ലതാ, തേങ്ങാപ്പാൽ ഒഴിച്ച് പുഴുങ്ങിയാലും നല്ലതാ. അപ്പം നമ്മുടെ മത്തങ്ങ നല്ലപോലെ ഉണ്ട്. നമുക്ക് അരപ്പും കൂടെ അങ്ങ് ചേർത്തേക്കാം.
എരിശ്ശേരിക്ക് ഒത്തിരി ചാറ് വേണ്ട കേട്ടോ. ഇച്ചിരി കുഴഞ്ഞിരുന്നാ മതി. ഇത് മോര് പോലെയാണോ? മോര് പോലെയൊന്നുമല്ല, മോരിൻ്റെ ടേസ്റ്റാണ്. മോരിൻ്റെ പുളിയല്ലേ. ഇതിനെന്നാ ടേസ്റ്റ്? പിന്നെ മത്തങ്ങയുടെ ടേസ്റ്റ്. മത്തങ്ങയുടെ ടേസ്റ്റ് അല്ലേ ഇത്. തേങ്ങ എല്ലാം കൂടെ വറുത്തിട്ട് കഴിയുമ്പോൾ അടിപൊളിയാ. ചൂട് ചോറും മത്തങ്ങ അരിശ്ശേരി നല്ല വത്തലമുളക് അരച്ചതും കൂടെ നല്ല. അതിൻ്റെ കൂടെ ശകലം ഉണക്കമീൻ വറുത്തത് കൂടെ കൊണ്ടുണ്ടെങ്കിലും നല്ലതാ. ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇങ്ങനെ കോമ്പിനേഷൻ ഉള്ള കുറേ കറികളുണ്ട്. അവിയലും രസവും സാമ്പാറും പച്ചമോരും. ഇനി ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നോക്കട്ടെ, ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം. ചക്ക ഉപ്പുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ മുളക് കോരിയിട്ട് ഇതിനകത്തോട്ടെ അതിനുള്ള ആ തേങ്ങ വറക്കാം. വറുത്തെടുക്കാം. അത് ചക്കയ്ക്കുള്ള കാന്താരിയോ? കാന്താരി കാന്താരി. ഇതിലെന്നാ പരിപാടി? ഇതിനകത്ത് തേങ്ങ വറക്കാൻ. തേങ്ങ വറുത്ത് ചേർക്കും മത്തങ്ങ അരിശ്ശേരിക്ക്. മത്തങ്ങായി കറിയാണെങ്കിൽ എണ്ണ കടുക് മൂപ്പിച്ചൊഴിച്ചാൽ മതി. മത്തങ്ങ എരിശ്ശേരിക്ക് തേങ്ങാവയും വത്തൽമുളകും ഒക്കെ മുറിച്ചിട്ട് വറുത്തെടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം. ഇത് കുറുകല്ലേ ഇച്ചിരി കഴിയുമ്പോൾ. എരിശ്ശേരി കുറുകിയായിരിക്കണ്ടേ, നല്ല ചേർക്കണം. വേണമെങ്കിൽ ശക്കലം ചുള്ളിയും കൂടെ ചുള്ളി വേണോന്നൊരു സംശയം. അല്ലെങ്കിൽ ഇതിലും കുറുകും, നല്ലതായിട്ട് കുറുകും. തുള്ളി വെള്ളം കൂടെ വേണേ ഒഴിച്ചു. ആ വെള്ളത്തിന് ചേരുന്ന അപ്പോൾ ഉപ്പ് ഇടണം കേട്ടോ. തുള്ളി ഒഴിക്കാം. മതി. എന്നാലും കുറുകിയ എത്ര മതി, ഇനി ചേർക്കണ്ട. പൊഴിക്കണോ? ഇതിനുള്ള ഉപ്പ് ഒഴിക്കണോ? വേണ്ടായിരിക്കും അല്ലേ, തുള്ളിയല്ലേ. കടുകിട. വേണ്ട ഉപ്പ്. വത്തലമുളക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചുമന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് തേങ്ങായും കൂടി ഇട്ട് വറക്കണം. നമുക്ക് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ. നമുക്ക് എന്നാ വെച്ചാലും തേങ്ങാ പ്രയോഗമാണ്. എടുക്കാറായോ? തേങ്ങായെ കണക്കിന് മൂത്തു. നീ അത് അരക്കണ്ടേ? ഇത് അരയ്ക്കൊന്നും വേണ്ട, ചുമ്മാ ഇട്ടാൽ മതിയോ? ഇത് തേങ്ങ നമ്മൾ വറുത്തരയ്ക്കാൻ കണക്കിന് മൂക്കുന്ന പോലെ മൂക്കണം. ചെറുകൂടെ മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം ശലേശം മൂപ്പ് കുറഞ്ഞു. ഇതിന് ഈ കറിക്കകത്തോട്ടിട്ട് ഇതാണ് എരിശ്ശേരി. കാന്താരി അതിൻ്റെ അകത്തുണ്ടാവുന്നതാണോ? അല്ല, കാന്താരി ചക്കക്കറി കൂട്ടാനായിട്ട് അരയ്ക്കാൻ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് എരിശ്ശേരി. ഇതാണ് എരിശ്ശേരി. അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.